ഹായ്, അലക്സ് ആയിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നത് മോഡുലാർ കിച്ചൺ എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അമ്പ നമ്മൾ സംസാരിച്ചിരുന്ന ഒരു പ്ലെയിൻ റൂമാക്കുക. ആ പ്ലെയിൻ റൂമിൽ മൊഡ്യൂളായിട്ട് ക്യാബിനറ്റ് ചെയ്താലാണ് അത് മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള രീതി നമ്മൾ സംസാരിച്ചിരുന്നു. ഇപ്പോൾ നമ്മളിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. കാരണം ഈ മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ PVC ലെഗ് അവൈലബിൾ ആണ്. ആ PVC ലെഗിൽ വേണം നമ്മൾ ഈ മോഡുലാർ കിച്ചണൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. കാരണം ഇല്ലെങ്കിൽ ഇതിൻ്റെ അലൈൻമെൻറ്റ് ഇഷ്യൂസൊക്കെ വരുമ്പോൾ വലിയ പ്രോബ്ലം ആയിരിക്കും വരുന്നത്. കാരണം അലൈൻമെൻറ്റ് നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ PVC ലെഗിൽ വേണം നമുക്ക് അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ കിച്ചൻ്റെ ടോപ്പ് ലെയർ ഗ്രാനൈറ്റ് ഇടുന്നതിൻ്റെ തൊട്ട് താഴെ വരുന്ന ലെയർ ചില ആളുകൾ ചെറിയ പട്ടി പീസുകളും കാര്യങ്ങളൊക്കെ ഇടുന്നിട്ടുണ്ട്. അങ്ങനെ രീതിയിൽ ചെയ്യാതെ ഫുൾ പീസ് ഇടുകയാണെങ്കിൽ ഈ ഗ്രാനൈറ്റൊക്കെ വെക്കുമ്പോൾ അത് സ്ട്രോങ് ആയിട്ട് നിലനിൽക്കും. ഈ രണ്ട് കാര്യങ്ങൾ കിച്ചൺ താഴത്തെ ക്യാബിനറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റെബിലിറ്റിക്കൊന്നും പ്രോബ്ലം ഒന്നും വരികയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഞാനാണെങ്കിൽ ആ ഡീറ്റെയിൽസ് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും.